എപ്പോഴും കോളിഫ്ലവർ ഒരു രീതിയിൽ കറി വെക്കാതെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കി നോക്കിയാൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് ഒരു വലിയ കോളിഫ്ലവർ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ചൂടുവെള്ളത്തിൽ ഒന്ന് നല്ലപോലെ വേവിച്ചതിന് ശേഷം അതൊന്ന് ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് അമ്മയാണ് കേട്ടോ അതൊക്കെ കട്ട് ചെയ്ത് തന്നത്. അതിങ്ങനെ ഗ്ലാസ് വെച്ചിട്ടാണ്. അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ അത് നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കടായിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നുള്ള് ജീരകം കടുകും പൊട്ടിച്ച് 2 പച്ചമുളകും ഒരു കഷ്ണം വലിയ വെളുത്തുള്ളിയും കൂടി ചേർത്ത് അതൊന്ന് വഴറ്റി ശേഷം പിന്നെ ഒരു സവാളയാണ് കേട്ടോ, അത് ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റാം. പിന്നെ ഒരു 2 വെടിച്ചിറകിയ തേങ്ങയും കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോളിഫ്ലവറും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കോളിഫ്ലവർ തോരൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ടാറ്റാ ബൈ ബൈ, സീ യു.